ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ സെക്കൻഡ് ഹോമായ ഷാപ്പൂരിലേക്കുള്ള വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് ഞങ്ങൾ ട്രെയിനിന്, ഇത് CST വരുന്ന ട്രെയിനാണ് കേട്ടോ. ഈ ട്രെയിനിൽ അസങ്കാവ് നിന്ന് റിട്ടേൺ അടിക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ അസങ്കാവ് വന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഓട്ടോയിനുള്ള ദൂരം ഉണ്ട് അവിടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അസങ്കാവ് സ്റ്റേഷനിൽ എത്താൻ പോവുക. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഓട്ടോയിന് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ അസങ്കാവ് സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങാൻ പോവാം. CST വരുന്ന ട്രെയിൻ. ഇവിടുന്ന് അപ്പോൾ ഈ ട്രെയിനിന് ഇപ്പോൾ റിട്ടേൺ അടിക്കും, വീണ്ടും CSTയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അസങ്കാവ് സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് തന്നെ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ. ഒരു 2016 ഞങ്ങൾ ഈ റൂം എടുത്തത് കേട്ടോ. അന്ന് ഇത്രയൊന്നും ജനങ്ങളുണ്ടായിരുന്നു. ട്രെയിൻ ഫുൾ കാലിയായിരിക്കും ഞങ്ങൾ വരുമ്പം. അങ്ങനത്തെ പോലെ റിക്ഷയൊന്നും ഒരു 2-3 റിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ടേക്ക് താമസം വന്നു. ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു, ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്ര ജനസംഖ്യ അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി മലയാളീസ്, പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ മലയാളീസ് എല്ലാം കുറവായിരുന്നു. ഇപ്പോൾ ഒരു കേരള മലയാളി വില്ലാസ് പ്രോജക്റ്റ് വലിയൊരു ഇതുണ്ട്. മലയാളി ഇത് കേരള ഹോം എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടിലെ പോലത്തെ വീടുകൾ, ബംഗ്ലാ ടൈപ്പ് വീടുകൾ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരുപാട് മലയാളീസുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ മലയാളീസിന് ഇവിടെ കാണാൻ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് കേട്ടോ. ഇതാണ് അസങ്കാവ് സ്റ്റേഷൻ. ഇനി ഞങ്ങൾ ഇതിൻ്റെ മുകളിലിട്ട് എസ്കലേറ്ററോടെ മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങണം. അപ്പോഴാണ് റിക്ഷ പിടിക്കുക. പണ്ടന്ന് ഇത്രയും വളരെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പം ഓരോ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം തിരക്കാണെന്നറിയോ. ഇപ്പം തിരക്ക് കുറച്ച് കൂടി. അങ്ങനെ ഞങ്ങൾ എക്സലേറ്ററിൽ കയറി. ഇനി ഇവിടുന്ന് ഒരുപാട് ഇപ്പം വന്നതാണ് മാറ്റങ്ങളൊക്കെ. അന്നൊക്കെ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഡെവലപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് മെയിൻ മുംബൈയിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് താമസിക്കുമ്പോൾ ഒരു പൊല്യൂഷൻ കുറവ്, ഭയങ്കര ഒരു ശാന്തമായ ക്വയറ്റ് ഏരിയയാണ്. അധികം തിരക്കില്ലാത്ത ഒരു ഏരിയ. ഇടയ്ക്കെല്ലാം വന്ന് താമസിച്ച് പോകാൻ നല്ലൊരു ഇതാണ്. ഇവിടെ റേറ്റ് കുറച്ച് കുറവാണ്. ഞങ്ങളിവിടെ 2 BHK എടുത്തത്. ഇവിടുത്തെ റേറ്റ് ഇതിങ്ങനെ ഇവിടുത്തെ ഗാവിലെ ഓരോരോ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. പച്ചക്കറികളും ഫ്രൂട്ട്സും. നമ്മൾ കശു മാങ്ങ വരെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വീട്ടിലുണ്ടാകുന്ന മറ്റേ നമ്മൾ എന്താ പറയുക, ജാമുൻ എന്നാ പറയുക. ഇവിടെ ഇനി നമുക്ക് ഇവിടുന്ന് റിക്ഷ പിടിക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ റിക്ഷകൾ ഉണ്ട്. അന്നൊക്കെ റിക്ഷകൾ കുറവാണ്, 2-3 റിക്ഷകളുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ വണ്ടി വരുന്നത് കാരണം അതിലങ്ങടെ കയറി പോവുക വേണ്ടു. ഇതാണ് ഇത് നമ്മുടെ നാട്ടിലെ. അയ്യോ, പെട്ടെന്ന് കിട്ടുന്നില്ല പേര്. ഞാവൽപ്പഴമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വരെ റിക്ഷയ്ക്ക് വന്നു. ഇവിടുന്ന് ഞങ്ങളിതെത്തി കേട്ടോ. ഇതാണ് ഞങ്ങളെ പ്രോജക്റ്റ്. ഇവിടെ വീട്, ഈ റോഡ്. ഇവിടെ നമ്മൾ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാമെന്ന് ചോദിച്ചു. അവിടെ വരെ ഗേറ്റ് വരെ റിക്ഷ വരും. പക്ഷെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടൊന്ന് കുറച്ച് പതുക്കനെ ഇങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ട് കേട്ടോ. ഈ ഇല കണ്ടോ, ഈ ചെടി. ഇത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പൂരത്തിനൊക്കെ അടചുടുന്ന ഇലയാണ് കേട്ടോ. അതിവിടെ ഇഷ്ടംപോലെ കാണാനുണ്ട്. ഞാൻ വന്ന് പോകുമ്പോഴൊക്കെ അത് പറിച്ചു കൊണ്ടുപോകും അടചുടാൻ.
അങ്ങനെ ഇതാ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ അങ്ങ് കയറാൻ പറ്റും, പക്ഷെ ഞങ്ങൾ എൻട്രൻസിൻ്റെ അതിലൂടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. റിക്ഷ അവിടം വരെ എൻട്രൻസ് വരെ വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വരും. ബിൽഡിങ്ങിൻ്റെ തന്നെ പിന്നെ വാഹനമുണ്ട്, അത് ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിന് വന്ന് പോയിക്കൊണ്ടിരിക്കും ബിൽഡിങ്ങുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്തില്ല, അതിൻ്റെ ടൈമിംഗ് ഒന്നും അറിയില്ല. കാരണം വെച്ചാൽ നമ്മളെപ്പം അവിടെ ബോർഡുണ്ട്, ആ ബോർഡിൽ വാഹനം അവിടെ ടൈമിംഗ്, അതിൻ്റെ ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിംഗ് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അധികം അതിന് ചാർജ് വേണ്ട, മെയിൻ്റെനൻസിൽ ഇതാവും. ഇതാണ് ഞങ്ങളെ റൂം കേട്ടോ, ഈ വിൻഡോ പൂട്ടി കിടക്കുന്നത്, ഇതാണ് ഞങ്ങളെ റൂം. ഇത് ഞങ്ങളത് റൂം, അതുകൊണ്ട് ആളില്ല, അതുകൊണ്ട് ഇങ്ങനെ പൂട്ടി കിടക്കുക. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒക്കെ നല്ല കാണിച്ചാൽ ആളൊഴിഞ്ഞ സ്ഥലം, നല്ല എന്നാ പറയണ്ടേ. ഇതിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ ജെയിനിൻ്റെ വലിയൊരു മന്ദിറുണ്ട്, മാനസ മന്ദിർ. അതിലേക്ക് പോകുന്നത് ഈ റോഡ് വഴിയാണ്. ഇനിയിപ്പം ഷാപ്പൂർ സ്റ്റേഷൻ വരാൻ പോകുന്നത് ഇവിടുന്ന് ഒരു 8 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമല്ല. ഈ റോഡ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസിൽ അവിടെയാണ് ഇനി ഷാപ്പൂർ സ്റ്റേഷൻ വരാൻ വരുന്നത്. അപ്പം അത് ഇന്ന് വരും, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന അതിന് ചെറിയ തർക്കം, ഗാവുകാരും ഈ മാനസ മന്ദിറിൻ്റെ ആൾക്കാരും കൂടെ ചെറിയ എന്തോ വാക്ക് തർക്കത്തിൽ. കാരണം മാനസ മന്ദിറിൻ്റെ അവർ പറയുന്നു അവരെ മന്ദിറിൻ്റെ പേരിടണം എന്ന് പറയുന്നു, ഗാവുകാർ പറയുന്നു അവരെ ഗാവിൻ്റെ പേരിടണം എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ അതുകൊണ്ട് ആ പ്രോജക്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നു. ആ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ശാസങ്കാവ് ഇറങ്ങി അവിടുന്ന് റിക്ഷയ്ക്ക് വരേണ്ടി വരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണ നമ്മൾ റിക്ഷയിൽ 4 പേരല്ലേ, ഇവിടെയുള്ള റിക്ഷയിൽ 12 ആളെല്ലാം കൊള്ളിക്കും. അതെങ്ങനെയാണ് കൊള്ളിക്കുന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അതുകൊണ്ട് റിക്ഷയ്ക്ക് ചാർജ് കുറവാണ്. ഇതിൽ കണ്ടോ, ഈ മരം കണ്ടോ, ഇതിനുള്ളതൊരു ഫ്രൂട്ട്സ് ഉണ്ടാവും. ആ ഫ്രൂട്ട്സ് ഇവിടെ ഇവർ അച്ചാർ ഉണ്ടാക്കുകയും ചെയ്യും, ബാജിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും കേട്ടോ. ഇവിടെയൊക്കെ വിൽക്കാനുണ്ടാകും. എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ ഭയങ്കര മനസ്സിലൊരു സന്തോഷവും എന്താണെന്നല്ല, നമ്മളെ ദുഃഖങ്ങളെല്ലാം ഒരു ഇല്ലാതായ പോലെയാണ് ഇവിടെ വരുമ്പോൾ. ഭയങ്കര ഹാപ്പിയാണ്. ഈ ഇല കണ്ടോ, ഈ ഇലയൊക്കെ എന്താ പറയാമെന്നറിയില്ല. നാട്ടിൽ ഞങ്ങൾ ആ പൂരത്തിനൊക്കെ അടചുടാനായി ഈ ഇലയിലാന്ന് ചുടുക. ഇത് അമ്പലത്തിലെ പൂജേൻ്റെ ആവശ്യത്തിനല്ല ഈ ഇലയില, പ്രസാദമൊക്കെ തരുക ഈ ഇലയിലാണ് തരുക. ഇവിടെ നിറയെ അതിൻ്റെ മരങ്ങളാണ്. ഇതെല്ലാം പിന്നെ ബിൽഡിങ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ബിൽഡേഴ്സ് വാങ്ങിയിട്ട സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഇപ്പം അടുത്ത് തന്നെ ഇനി ബിൽഡിങ് വരും. ഇവിടെ റോഡ് വരാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതെല്ലാം ബിൽഡർ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞ ബിൽഡിങ്ങാണ്. ഇതാണ് ഞങ്ങളെ ചിന്താമണി ഹാബിറ്റേറ്റ്. ഇതാണ് ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ പേര്. എൻ്റെ എൻട്രൻസ് ആണ് ബിൽഡിങ്ങിനായിട്ട്. അതിലൂടെ വഴിയുണ്ട്, പക്ഷെ ഞങ്ങൾ അതിലൂടെ ഷോർട്ട് വഴിയുണ്ട്. പക്ഷേ ഇത് എൻട്രൻസിലൂടെ വരേണ്ടതുകൊണ്ട് മാത്രമേ ഇവിടെ വന്നത്. വീഡിയോ എടുക്കണ്ട, അല്ലെങ്കിൽ അതിലെ ഷോർട്ട് വഴി എപ്പോഴേ എത്തിക്കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിലേക്ക് കയറാൻ പോവാട്ടോ. 2016 ഞങ്ങൾ ഇവിടെ റൂം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയാണ് സ്റ്റേഷനിലേക്ക് ഇടവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ബിൽഡിങ്ങിലേക്ക് വേണ്ടിയിട്ട്. ഇതിൽ ഞങ്ങൾക്കൊരു മാസത്തിൽ ഇതിൻ്റെ ചാർജ് പേ ചെയ്താൽ മതി. അങ്ങനെ ആണ്. ഇതിൻ്റെ കോമ്പൗണ്ട് ഇതെല്ലാം സൊസൈറ്റീൻ്റെ ഉള്ളിലാട്ടോ. പാർക്കിംഗ് ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, വലിയ ഗാർഡൻ ഉണ്ട്. പിന്നെ ഇതാ ഈ സൈഡിൽ കാണുന്നത് ടർഫാണ് കേട്ടോ. ഷട്ടിൽ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഇതൊക്കെ കളിക്കാനുള്ള ചെറിയ ടർഫാണ് ഈ സൈഡ് കാണുന്നത്. വലതുവശത്ത് കാണുന്നത് ഇത് ടർഫാണ്. ഈ ടർഫ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുണ്ട്, ഇഷ്ടംപോലെ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വലിയ ഗാർഡൻ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഉണ്ടോ ഇത്രയും പാർക്കിംഗ് സൗകര്യം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലത്തായാലും പല വലിയ പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്. ഇത് എൻട്രൻസിൽ രണ്ട് സൈഡും ഈ ഈന്തപ്പനകൾ പോലത്തെ ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട്.
പിന്നെ ഞങ്ങളെ നാട്ടിൽ കാണുന്നതെന്ന് പറയുക ചെമ്പകം, അതും അതിൻ്റെ തന്നെ വേറെ ടൈപ്പ്. അതുപോലെ തന്നെ ചെമ്പകത്തിൻ്റെ പൂ തന്നെയാണ്. അതുപോലത്തെ നിറയെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെമ്പകത്തിൻ്റെ. ഇതിപ്പം പൂവ് കുറവാന്നിപ്പോഴ്, അല്ലെങ്കിൽ നിറയെ പൂവുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റെഡും വൈറ്റുമായിട്ടുള്ള ചെമ്പകത്തിൻ്റെ ചെടികളുണ്ട്. ഇതൊക്കെ നിറയെ ചെടികൾ. ഇപ്പം ചെടികൾ കുറച്ച് കുറവായി, നല്ല വെയിലായ കാരണം. ഇല്ലെങ്കിൽ നിറയെ ചെടികളും പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡേ വേറെയാണ്. നമുക്കൊരു ടെൻഷൻ അറിയില്ല, ഒരു മൈൻഡ് ഫ്രഷായ പോലെ തോന്നുക. ആ തിരക്കുന്ന ഒഴിഞ്ഞു മാറി. ഇതാണ് ഇതിൻ്റെ ഗാർഡൻ കേട്ടോ, മെയിൻ ഒരു ഗാർഡൻ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കുട്ടികളെല്ലാം കുറച്ച് ഇവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണ് ഇത്. ഈത്തപ്പഴം, ഞങ്ങളുടെ നാട്ടിൽ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പക്ഷേ ഈത്തപ്പഴത്തിൻ്റെ ചെടിയാണ്. പക്ഷേ ഈത്തപ്പഴത്തിൻ്റെ കുരു കുറച്ച് വലിപ്പമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഈത്തപ്പഴത്തിനെ കാണാൻ നല്ല കൂടുതൽ മധുരമുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിറയെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളെല്ലാം പെറുക്കി കഴിക്കുവാണ് കേട്ടോ. ഞങ്ങളും ഇത് പെറുക്കി കഴിച്ചു നോക്കി. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പക്ഷേ കുരു മാത്രം കുറച്ച് വലിപ്പമുണ്ട് സാധാരണ ഈത്തപ്പഴത്തിന് കാണാൻ. ബാക്കി ടേസ്റ്റ് എല്ലാം ഇതിനാകാണം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ഈത്തപ്പഴത്തിൻ്റെ വെറൈറ്റി ആണെന്ന് തോന്നും കേട്ടോ. കുട്ടികളൊക്കെ നിറയെ പെറുക്കി കഴിക്കുന്നുണ്ട്. ഇതിപ്പം ഇവർ ഈ വീക്കെൻഡിൽ ശനി ഞായർ അങ്ങനെ താമസിക്കാൻ വേണ്ടി വരും. ഇത് മുംബൈയിൽ തിരക്ക് പിടിച്ച, ഇതെല്ലാം മുംബൈയിലെ കുട്ടികളാണ് കേട്ടോ. മുംബൈയിൽ നിന്ന് തിരക്ക് പിടിച്ച മലാഡിലെങ്ങാണ് ഇവരെ വീട് കേട്ടോ. അപ്പം ഇവർ ഇങ്ങനെ വീക്കെൻഡിൽ വന്ന് താമസിച്ചിട്ട് പോവും. ഇതൊക്കെ ഈത്തപ്പഴം കണ്ടോ, നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. പക്ഷേ കുരു കുറച്ച് ഉള്ളിൽ വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളും കുറച്ച് കഴിക്കുകയും ചെയ്തു, കുറച്ച് ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. നല്ല ടേസ്റ്റ്. ഇനിയിപ്പം ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്താൻ പോവാണ് കേട്ടോ. അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ വരാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഇത് വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോയി, അത് കാരണം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു, ഒത്തിരി ലെങ്ത്തായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതാണ് ഷാപ്പൂർ അസങ്കാവ് ചിന്താമണി ഹാബിറ്റേഷൻ, എൻ്റെ സെക്കൻഡ് ഹോമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നാസിക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. നാസിക് ഹൈവേൻ്റെ അടുത്തായിട്ട് വരും.